വിശുദ്ധ റമദാൻ അടുത്തിരിക്കുന്ന സമയമാണിത്. നമ്മളിപ്പോൾ ശഅബാൻ മാസത്തിലാണ്. റമദാൻ വരുന്നതോടുകൂടി റമദാൻ നോമ്പും അനുബന്ധ കാര്യങ്ങളും അനുഷ്ഠിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലോകം. റമദാനിന്റെ ഒരുക്കങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കും മുസ്ലിങ്ങളെന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് ഒരുക്കങ്ങൾ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ശഅബാൻ മാസം റമദാനിലേക്കുള്ള ഒരുക്കത്തിനുള്ള ഒരു കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാൻ മാസത്തിലാണെന്നാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു മിൻ ഷഹ്രിൻ മിന അശ്ശുഹൂരി മാ തസൂമു ഫീ ശഅബാൻ. അല്ലയോ പ്രവാചകരെ, താങ്കൾ ഈ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന അത്ര മറ്റു മാസങ്ങളിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ഷഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാന. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ധാരാളം ആളുകൾ അശ്രദ്ധനായി പോകുന്ന ഒരു മാസമാണിത്. വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസം മനുഷ്യന്റെ അമലുകൾ റബ്ബുൽ ആലമീനിലേക്ക്, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. എന്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച് വേറെയും ഹദീസുകളുണ്ട്. എല്ലാ ദിവസവും മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും ദിവസവും എന്ന് ഹദീസുണ്ട്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും എന്ന് ഹദീസിലുണ്ട്. ഇപ്പൊ ദിവസമുള്ളത്, ആഴ്ചയിലുള്ളത്. പിന്നെ പറയുന്നതാണ് വർഷത്തിലൊരിക്കൽ മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും, അത് ശഅബാൻ മാസത്തിലാണ് എന്ന്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ മാസം ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശഅബാൻ മാസം റജബിന്റെയും റമളാനിന്റെയും ഇടയിലാണല്ലോ. ആ 2 മാസക്കാലവും വളരെ പുണ്യമുള്ളതാണ് എന്ന് ആളുകൾക്കും അറിയാം. അതിൽ വളരെ ജാഗ്രത പുലർത്താറുമുണ്ട്. പക്ഷേ ആളുകൾ അശ്രദ്ധമായി പോകുന്നതാണ് ശഅബാൻ മാസം. അത് കൂടുതൽ ഇബാദത്തുകൾക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കൂടുതൽ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. റമളാനിൽ നോമ്പെടുക്കുന്നതിനെക്കുറിച്ച് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഒരു കാര്യം മാത്രം പറയട്ടെ. റമളാനിൽ നോമ്പെടുക്കുന്നതിനെക്കുറിച്ച്, അതിന്റെ ആവശ്യത്തിനെക്കുറിച്ച്, അതിന്റെ ഫലത്തിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മശാലികളായി തീരാൻ വേണ്ടി എന്നാണ്. മനുഷ്യരിൽ ഒരു സൂക്ഷ്മതാബോധം, അത് വളർത്താൻ വേണ്ടിയാണ്, അത് നിലനിർത്താൻ വേണ്ടിയാണ് റമളാനിലെ നോമ്പ് എന്ന്. എങ്ങനെയാണ് സൂക്ഷ്മതയുണ്ടാവുന്നത്? കൽപ്പിച്ച കാര്യം അനുഷ്ഠിക്കുക, നിരോധിച്ച കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. സ്വാഭാവികമായും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടുകൂടി തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയന്ത്രണ സ്വഭാവം വരുന്നതാണ്. അത് ആണ് തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുന്ന സമയത്ത്, സാധാരണ പ്രസംഗിക്കുന്ന സമയത്ത് തഖ്വയെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ ജുമാ ഖുത്ബയിൽ തന്നെ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കണം എന്ന ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗങ്ങളുടെ, ഖുത്ബകളുടെ തുടക്കം പറയുമായിരുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടാൻ ഇടവരരുത് എന്ന്. പലപ്പോഴും വേറെയും രണ്ടായത്തുകൾ ഓതുമായിരുന്നു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരേ ഒരു നഫ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹു. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് അല്ലാഹു അതിനെ ഇണയെയും സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ രണ്ടാളുകളിൽ നിന്ന് അല്ലാഹു തആല ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും സൃഷ്ടിച്ചു. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം ചോദിക്കുന്ന ആ അല്ലാഹുവിനെ കൂടുതലായി നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബബന്ധം പുലർത്തുക. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ആഹ്വാനമാണ് ആ ആയത്തിലും പറയുന്നത്. മൂന്നാമത്തെ ആയത്തുണ്ട്, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ പറഞ്ഞിരുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്ക്, കൃത്യമായ വാക്ക്, മാന്യമായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചാൽ അവൻ വലിയ വിജയം നേടിക്കഴിഞ്ഞു എന്ന്. ഇതാണ് തഖ്വ. ഈ തഖ്വയുണ്ടാവാനാണ് നോമ്പെടുക്കുന്നത്. ആ നോമ്പാണ് നമുക്ക് റമദാനിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അത് യാതൊരു തകരാറുമില്ലാത്ത വിധം കൊണ്ടുപോകുന്നതിന് നമ്മൾ ശഅബാൻ മാസത്തിൽ ശ്രമിക്കുക. ശഅബാൻ മാസത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോറ്റുവീട്ടണം. അപ്പോൾ മൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, ആരെങ്കിലും യാത്രയിലായിരുന്നു അല്ലെങ്കിൽ രോഗിയായിരുന്നു എങ്കിൽ മറ്റു ദിവസങ്ങളിൽ നോമ്പെടുത്ത് വീട്ടണം എന്നാണ്. അത് അടുത്ത റമദാനിന്റെ മുമ്പ് നോമ്പെടുത്ത് വീട്ടണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ വിട്ടുപോകുന്ന നോമ്പെടുക്കാൻ ശഅബാൻ മാസത്തിൽ മാത്രമാണ് സാധിച്ചിരുന്നത് എന്ന്. അങ്ങനെ മതി. ആ ശഅബാൻ മാസവും വിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലാത്തതാണ്. നമ്മൾ നോമ്പ് ഖളാഉള്ളവർ നോമ്പെടുക്കുക, അതിനും കഴിയാത്ത ആളുകൾ അവര് അതിനുള്ള പ്രായശ്ചിത്തം ഫിദിയത്തുൻ തആമു മിസ്കീൻ, മിസ്കിന്മാർക്കുള്ള ഭക്ഷണം കൊടുക്കുക, അതും ഈ ശഅബാൻ മാസത്തിൽ തന്നെ ചെയ്ത് തീർക്കേണ്ടതാണ്. മറ്റൊന്ന്, റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യും. പല ആളുകളും അവരുടെ വാർഷികം സാമ്പത്തിക വർഷം കണക്കാക്കി സക്കാത്ത് പോലും കണക്കാക്കി കൊടുക്കുന്നത് റമദാനിലേക്ക് നേരത്തെ ചെയ്ത് പൂർത്തിയാക്കാറുണ്ട്, റമദാനിന്റെ പുണ്യവും കൂടി കിട്ടാൻ. അപ്പൊ അത്തരം കാര്യങ്ങളും നേരത്തെ തയ്യാറെടുക്കണം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും തിരക്കിലാണല്ലോ എല്ലാ കാലത്തും. റമദാൻ മാസം ഇബാദത്തിന് വേണ്ടി ഒന്ന് ഒഴിയാനും കൂടിയുള്ളതാണ്. അപ്പൊ ഏതെല്ലാം കാര്യങ്ങളിൽ ദുനിയവിയായ കെട്ടുപാടുകളിൽ നമ്മൾ അല്പമെങ്കിലും ഒന്നൊഴിയാൻ റമദാനിൽ എന്തുണ്ട് വഴി എന്ന് നോക്കണം. ആഘോഷങ്ങള്, നമ്മുടെ കുടുംബപരമായ പല സംഗമങ്ങള്, നിർബന്ധമല്ലാത്ത യാത്രകള്, അതൊക്കെ തന്നെ നമ്മളൊന്ന് നിയന്ത്രിക്കുക. റമദാൻ കഴിയട്ടെ എന്ന് തീരുമാനിച്ചാൽ റമദാനിൽ നമുക്ക് ഇബാദത്തിന് നല്ല ഒഴിവ് കിട്ടും എന്ന് മനസ്സിലാക്കണം. റമദാൻ മാസത്തിൽ ചെയ്യുന്ന വലിയൊരു പുണ്യകർമ്മമാണ് ആളുകൾക്ക് നോമ്പെടുക്കാൻ വേണ്ടി ആവശ്യമായ ഭക്ഷണം നൽകുക എന്നത്. ഒരാൾക്ക് നോമ്പെടുക്കാൻ ഭക്ഷണം കൊടുത്താൽ, നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പെടുത്ത കൂലി
അവന്റേത് കുറയാതെ നോമ്പെടുക്കാൻ ഭക്ഷണം കൊടുത്തവന്, അല്ലെ നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുത്തവന് ലഭിക്കും എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്പോഴേ ആഗ്രഹിച്ചാൽ നമുക്ക് സാധിക്കും. ഞാൻ ഇത്ര പേർക്ക് എന്റെ പണം കൊണ്ട് റമദാനിൽ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതാണ് എന്ന്. ഇതൊക്കെയാണ് നമ്മളൊരു ഒരുക്കം എന്ന നിലക്ക് കാണേണ്ടത്. റമദാൻ മാസത്തിൽ നമ്മൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യും, ധാരാളമായി പള്ളിയിൽ വന്നിരിക്കും, ധാരാളമായി ദുആ ചെയ്യും. അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചാൽ നമുക്ക് റമദാനിൽ അത് കൂടുതൽ ഒരു ആശ്വാസവും ആയിത്തീരും എന്ന് നാം മനസ്സിലാക്കുക. ഷഅബാൻ മാസം റമദാനിന്റെ കവാടം എന്ന നിലയിൽ നമ്മൾ കൂടുതൽ ഒരുങ്ങുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഷഅബാൻ മാസത്തിൽ ഏതെങ്കിലും ചില പ്രത്യേക ദിവസങ്ങളോ പ്രത്യേക സമയങ്ങളോ പ്രത്യേകമായി കണ്ടുകൊണ്ടുള്ള പ്രത്യേകമായ ആരാധനകൾ സ്വഹീഹായി ഹദീസുകളിൽ വന്നിട്ടില്ല. ദുർബലമായ വഴീഫായ ഹദീസുകളോ കെട്ടിച്ചമച്ച ഹദീസുകളോ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷഅബാൻ മാസത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. പ്രത്യേകിച്ച് ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാന്റെ പകുതി, ആ പകുതിയുടെ രാത്രിയിൽ അല്ലെങ്കിൽ അന്നത്തെ പകലിൽ പ്രത്യേകമായ ചില ആരാധനകൾ, നോമ്പുകൾ, പ്രത്യേകമായ ചില നമസ്കാരങ്ങൾ അങ്ങനെയൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ലാ ഇത് സംബന്ധമായി പറയുന്നത് وجميع ما روي من الاحاديث المشتهرة في فضائل هذه الليلة وليلة نصف من شعبان باطل وكذب لا أصل له എന്നാണ്. ഈ ലൈലത്തു നിസ്ഫ് ഷഅബാൻ മാസത്തിന്റെ പകുതിയിലെ രാത്രിയിൽ ചില പ്രത്യേകതകൾ ഉള്ളതായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ബാത്തിലാണ്, അതായത് അസത്യമാണ്, കദിബാണ്, കളവാണ്. ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വൈൻ വഖാഫി ബഅദ് കുതുബിൽ അകാബിരി, ചില മുതിർന്ന ആളുകളുടെ, വലിയ ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും കല്ലി ഹയായിലിൽ ഗസാലി വഗൈരിഹി, ഇമാം ഗസാലി പോലുള്ള ചില വലിയ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അത് സഹീഹല്ല, സ്വീകാര്യമല്ല എന്ന് ഇത് ഇബ്നുൽ ഹജറുൽ ഹൈത്തമി തന്റെ ഫതാവൽ കുബ്ര അൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. ഒരാൾ സാധാരണ അയ്യാമുൽ ബീദിൽ നോമ്പെടുക്കുന്നുണ്ട് എന്ന് കരുതുക, 13, 14, 15 ദിവസങ്ങളിൽ അറബി മാസത്തിൽ, അത് പ്രത്യേക പുണ്യമാണ്. അത് ഈ ദിവസങ്ങളിൽ വന്നാൽ അത് നോൽക്കാവുന്നതാണ്. ഒരാൾ തിങ്കളും വ്യാഴവും നോമ്പെടുക്കാറുണ്ട് എന്ന് വിചാരിക്കുക, അതുകൊണ്ട് തിങ്കളും വ്യാഴവും ഈ ദിവസമായി വന്നാൽ അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. പറഞ്ഞത് പ്രത്യേകമായ ഒരു ദിവസം, പ്രത്യേകമായ ഒരു രാത്രി, ഇതിന്റെ പേരിൽ പുണ്യകരം എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്നാണ്. അപ്പൊ നമുക്ക് തഹജ്ജുദ് നമസ്കാരം, രാത്രി നമസ്കാരം, ആ സമയത്തുള്ള ദുആകൾ, അതൊക്കെ എന്നും പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അന്നും അത് നിർവഹിക്കാവുന്നതാണ്. ദീനിൽ ബിദ്അത്തുകൾ കടന്നു വരുന്നതിനെ വളരെ സൂക്ഷിക്കണം. കാരണം നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത പലതും കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കൽ നല്ലതാണ്, പുണ്യമാണ്. എന്നാൽ ആ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് നല്ലതല്ലേ, ജമാഅത്തിന് 27 ഇരട്ടി പ്രതിഫലമില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തഹിയ്യത്ത് നമസ്കാരമോ ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളോ ജമാഅത്തായി നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം ദീനീ കാര്യം എന്ന നിലയ്ക്ക് ചെയ്യുമ്പോൾ അതാണ് ബിദ്അത്ത്, പുത്തൻ ആചാരം എന്ന് പറയുന്നത്. അതും ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.